ആല ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് രാജേഷ് ടി അവതരിപ്പിച്ചു. സേവന മേഖലയ്ക്കും കാർഷിക മേഖലയിലും ഊന്നൽ നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. സേവന മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകി ആല ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് രാജേഷ് ടി അവതരിപ്പിച്ചു. 2011 സെൻസസ് കണക്ക് പ്രകാരം 6946 പുരുഷന്മാരും 7456 സ്ത്രീകളുമടക്കം 14402 ആണ് ആകെ ജനസംഖ്യ. പട്ടികജാതി വിഭാഗത്തിൽ 2041 പുരുഷന്മാരും 1561 സ്ത്രീകളുമാണ്. മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ പൊതുമേഖലാ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ നമുക്കില്ലാത്തതിനാലും വളരെ വിസ്തൃതി കുറഞ്ഞ പഞ്ചായത്തായതിനാൽ 16.95 കോടി രൂപ വരവും 16.28 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഉൽപാദന മേഖലയ്ക്ക് 75.82 ലക്ഷം രൂപയും സേവന മേഖലയ്ക്ക് 5.80 കോടി രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 1.12 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പാർപ്പിട പദ്ധതിക്ക് 3.94 കോടി രൂപ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് 1.83 കോടി രൂപ, സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി 84 ലക്ഷം രൂപ എന്നിവയും വകയിരുത്തി. ആകെ 117 പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ബജറ്റിന്മേലുള്ള ചർച്ചയും നടന്നു. ബജറ്റ് അവതരണ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ ബിജു അധ്യക്ഷയായി. തുക വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം PIP അപ്ഗ്രേഡ് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളും നാം ആരംഭിച്ച് ഒരുമിച്ച് നടക്കണം. ഈ പഞ്ചായത്ത് അംഗങ്ങളുടെ കാലയളവിൽ നാടിന് ഗുണപ്രദമാകുന്ന രീതിയിലുള്ള എല്ലാ ഫണ്ടുകളും സ്വരൂപിച്ച് വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ CSR ഫണ്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിന് ഒരു കളിസ്ഥലം അതും ഈ ബഡ്ജറ്റിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജയലക്ഷ്മി പി, സജികുമാർ, VN റീന, ജയശ്രീ സതീഷ്, ഷലീന പി, ജയശ്രീ സതീഷ്, ശാലിനി പി, പ്രവീൺ, TK സോമൻ, രാജേഷ് കുമാർ, ജിജി ഉമ്മൻ ഇടിക്കുള, VK ശോഭ, സീമ ശ്രീകുമാർ, ലാലി ഗംഗാധരൻ, പഞ്ചായത്ത് സെക്രട്ടറി, മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ് മാവേലിക്കര.